ഹലോ, ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ആയാലോ? ചെമ്മീൻ റോസ്റ്റ് എന്നോ ചെമ്മീൻ ഫ്രൈ എന്നോ ഒക്കെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതേ മീൻ വറുത്ത പാനാണ്, അതാണ് ആ പൊടികളിരിക്കുന്നത്. എണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. സവോള അല്ല കേട്ടോ, ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഉണ്ടല്ലോ, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതൊന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഞാൻ ചെമ്മീനിൽ കുറച്ച് മുളക് പൊടി, ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉള്ളിയിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇനി ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ചെമ്മീനിൽ ഞാൻ എല്ലാ പൊടികളും ഇല്ല. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത്രയും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചുവയൊന്ന് മാറട്ടെ. പച്ചച്ചവ മാറിക്കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാനിത് കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല കേട്ടോ, സാദാ മുളക് പൊടിയാണ്. സാദാ മുളക് പൊടി ഇട്ടിട്ട് 2 സ്പൂൺ ഇടാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം ഞാൻ അതിൽ പരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചധികം കുരുമുളക് പൊടി അതിൽ പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെരിഞ്ജീരകം പൊടിച്ചതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള മല്ലിപ്പൊടി, അധികം ഇടുന്നില്ല, കുറച്ച്. ഗരം മസാല ഇടുന്നില്ല കേട്ടോ. ഇത്രയും പൊടികൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പം ഞാൻ ഈ ചെമ്മീനൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇടുക്കി ജില്ലയിലാണ് ജനിച്ച് വളർന്നത്. അവിടുന്ന് എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ മലപ്പുറം ജില്ലയിലാണ് പോയത്. ഇടുക്കി ജില്ല കടൽത്തീര ഇല്ലാത്ത ജില്ലയാണല്ലോ. അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് മീനിനൊക്കെ ലഭ്യത വളരെ കുറവായിരുന്നു. ഇന്നല്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടാവുന്ന അടച്ച് വയ്ക്കാം കേട്ടോ. അതൊന്ന് വാടി വരട്ടെ. അപ്പോൾ തക്കാളി ഇതാ വാടി വന്നു. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചെമ്മീൻ ഇട്ട് വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ, ഞാൻ മലപ്പുറം ജില്ലയിൽ ആദ്യം ഹോസ്റ്റലിലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് മോനുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഫാമിലിയായിട്ട് വീടെടുത്ത് താമസിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് രാവിലെ മീൻകാർ വരും. ഇഷ്ടംപോലെ മീൻകാരാണ് ഉണ്ടാവുന്നത്. ചെമ്മീനൊക്കെ ഇഷ്ടം പോലെ വാരി കോരി തരിക. അന്ന് തൂക്കമൊന്നുമല്ല, അങ്ങനെ ത്രാസിൽ തൂക്കമൊന്നുമല്ല അവിടെ. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു 96, 95 കാലഘട്ടത്തിലാണ് ഞാനവിടെ താമസിക്കാൻ തുടങ്ങിയത്. അന്ന് 10 രൂപയ്ക്ക് 50 രൂപയ്ക്കെന്നൊക്കെയാണ് പറയണത്. തൂക്കമല്ല, നമ്മൾ 10 രൂപയ്ക്ക് തരാൻ പറഞ്ഞാൽ ഇങ്ങനെ വാരിത്തരും. 20 രൂപയ്ക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി അങ്ങനെയാണ്. 50 രൂപയ്ക്കെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നൊക്കെ ചെമ്മീനൊക്കെ വാങ്ങി നന്നാക്കാനൊക്കെ പഠിച്ച് ഉണ്ടാക്കിയത്. എന്നാലും മീൻ നന്നാക്കാനൊക്കെ എനിക്കിപ്പോഴും മടിയാണ്. അന്നൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് റോസ്റ്റ് ആവട്ടെ. ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് റോസ്റ്റ് ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മീൻ നമുക്ക് അന്നൊന്നും അറിയില്ല, പാചകത്തിൻ്റെ ABCD അറിയില്ല, എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ മീൻ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു. കല്യാണത്തിന് മുമ്പൊന്നും ഞാനങ്ങനെ ഇപ്പോഴും മീനിനോട് വലിയൊരു താല്പര്യം ഇല്ല. പക്ഷെ അതൊക്കെ എല്ലാം ഞാൻ ഇപ്പം ഇത്തിരി കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നാക്കി. അന്നത്തെ ചെമ്മീൻ, ഞണ്ട് ഒക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു അവിടെ. അപ്പോൾ ഞണ്ടൊക്കെ മേടിച്ച് ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഞണ്ട് രാവിലെ മേടിച്ച് ബക്കറ്റിലിട്ട് അടച്ച് വെച്ചിട്ട് പോകും. ജീവനുള്ള ഞണ്ട്, നല്ല ഫ്രഷ് മീനാണല്ലോ അവിടെ കിട്ടുന്നത്. അങ്ങനെ ഓരോന്ന് ഓർമ്മകൾ വരികയാണ്. ഓരോന്ന് ഉണ്ടാക്കി നോക്കും. ഇങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും മതി. ഞാനിവിടെ ചെറുനാരങ്ങയുണ്ട്, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. പിന്നെ ഞാനിങ്ങനെ കുറേ കുക്കിംഗ് ചാനലൊക്കെ കാണുന്നിട്ട് എൻ്റേതായ രീതിയിലേക്ക് ഉണ്ടാക്കും. അതൊക്കെ എഴുതി വയ്ക്കും. പക്ഷേ തുടക്കമൊക്കെ അതായിരിക്കും. പക്ഷെ അവസാനം വരുമ്പോൾ എൻ്റേതായ രീതിയിലേക്ക് മാറും. നിങ്ങളൊക്കെ എങ്ങനെയുണ്ടോ? അങ്ങനെയുള്ളവരുണ്ടോ? അപ്പോൾ ഓക്കെ, നമ്മുടെ ചെമ്മീൻ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു ഡിഷുമായിട്ട് കാണുന്നത് വരെ ബൈ.